പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കമലമ്മ പത്മത്തിന്റെ കൂടെ പുറത്തേക്ക് വരുന്ന സമയത്തിന് കമലമ്മയുടെ കണ്ണ് കലങ്ങിയതുപോലെ കാണും. വേദക്ക് ഭയങ്കര സങ്കടം വരാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ കരഞ്ഞു പോയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലം പറയുന്നുണ്ട്, അതൊന്നുമില്ല, കണ്ണിനകത്ത് പൊടി പോയതാണെന്ന് കള്ളം പറയും. ഇതേ സമയത്തിന് നന്ദിനിയാണെങ്കിൽ അവർക്കൊക്കെ അങ്ങനെ കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സമയത്തിന് വേദക്ക് ഒരു അത്ഭുതമായിരിക്കും. വേദ ചോദിക്കുന്നത്, ആഹാ, നന്ദിനി അടുത്ത് ഇവർക്കൊക്കെ കാപ്പി ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറയുന്നത്, വീട്ടിൽ വരുന്ന ഗസ്റ്റുകളെ നന്നായി സ്വീകരിക്കണ്ടേ, അപ്പോൾ അതേതായാലും നന്നായി എന്ന് കമലമ്മയും പറയും. പത്മം ചോദിക്കുന്നൊരു, മോളെ അമ്മക്കൊരാഗ്രഹം എന്താ അമ്മയെന്ന് ചോദിക്കുന്ന സമയത്തിന് പത്മം പറയുന്നത്, മോള് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിലൊന്ന് വന്ന് നിൽക്കുമെന്ന് ചോദിക്കും. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതേ അമ്മേ, ഞാൻ വന്ന് നിൽക്കാം. വിക്രമിനും ഏത് നിമിഷം നമ്മുടെ വീട്ടിലേക്ക് കയറി വരാം എന്നൊരവസ്ഥയിലാവട്ടെ, അതിനുശേഷം വന്ന് നിൽക്കാമെന്ന് പറയും. എന്നിട്ട് ഞാനും വിക്രമും ഒരുമിച്ച് വരാം, അതല്ലേ അതിന്റെ ശരിയെന്നും ചോദിക്കാട്ടോ വേദ. അന്നേരം വേദയുടെ ആ ഒരു തീരുമാനത്തിനോട് പത്മം യോജിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രം വണ്ടി ഓടിച്ചു വരുന്ന സമയത്തിന് രാധ തടഞ്ഞു നിർത്തി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രമേട്ടാ, കേട്ടതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് എന്ത് കേട്ടതെന്ന് ചോദിക്കും. അപ്പോൾ വീടൊക്കെ കത്തിപ്പോയി എന്ന് പറഞ്ഞല്ലോ. എൻ്റെ അച്ഛൻ എന്തൊക്കെയോ വീട്ടിൽ വന്ന് പറഞ്ഞു, എനിക്ക് ശരിക്കും അങ്ങ് മനസ്സിലായില്ല, എന്താ നടന്നതെന്ന് ശരിക്കും അങ്ങ് പറയാന്ന് പറയുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ അത് തന്നെ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അറിഞ്ഞത് തന്നെ ഇങ്ങനെ ചോദിക്കുന്നത്. രാധ പറഞ്ഞിട്ട്, എന്നാലും അതെങ്ങനെ സംഭവിച്ചു എന്ന് വിശദമായിട്ടൊന്ന് പറ വിക്രമേട്ടാ. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറയണ വിക്രം. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കാണ്. രാധക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട്, ഞാൻ എന്ത് ചോദിച്ചാലും വിക്രമേട്ട ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയുന്ന സമയത്തിന്, നീ എന്ത് ചോദിച്ചാലും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വിക്രമും പറയും. രാധ ചോദിക്കുന്നതിന്, എന്തിനാ വിക്രമേട്ട എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, വിക്രമേട്ടൻ അബദ്ധത്തിൽ ഒരു പെണ്ണിനെ താലി കെട്ടി പോയി എന്ന് വിചാരിച്ച് പഴയ സൗഹൃദമൊന്നും വേണ്ടാന്ന് വിൽക്കാണ്, അപ്പോൾ ഞാൻ നിന്നെ വേണ്ടാന്നൊന്നും വെച്ചിട്ടില്ല എന്ന് വിക്രം പറയാണ്. എന്നിട്ട് രാധ ഇങ്ങനെ ഒരു മടിയോടുകൂടെ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കും. എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവില്ലേ. അല്ല, അവൾക്ക് എന്ന് പറയുന്ന സമയത്തിന് ആർക്ക് വേദയുടെ ദേഹത്താകെ പൊള്ളലേറ്റ് അവളിങ്ങനെ മരിക്കാൻ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ സന്തോഷാവില്ലേ എന്ന് ചോദിക്കും വിക്രം. അപ്പൊ രാധ പറഞ്ഞത്, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല, കാര്യം എനിക്ക് അവളോട് ദേഷ്യമുണ്ടെങ്കിൽ പോലും ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്നും പറയും. അപ്പൊ വിക്രം പറഞ്ഞത്, അവൾക്കൊരു കുഴപ്പമില്ല, പാവം ആകെ പേടിച്ചു പോയി, അത്രേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ വിക്രം അവിടെ നിന്നും പോവാൻ നോക്കുന്ന സമയത്തിന് രാധ വിക്രമിന്റെ കയ്യിൽ പൊള്ളലേറ്റത് കാണും. എന്നിട്ട് ആ ഒരു കൈ അങ്ങ് പിടിച്ചിട്ട്, അയ്യോ വിക്രമേട്ടിന്റെ കൈ പൊള്ളിയല്ലോ എന്ന് പറയുന്ന സമയത്തിന്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് വിക്രം അവിടെ നിന്നും പോവാണേ. വിക്രം പോയതിനു ശേഷം രാധക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് രാധ ചിന്തിക്കുന്നു, എന്തൊക്കെ അപകടം സംഭവിച്ചാലും അവൾ അങ്ങ് രക്ഷപ്പെടും, ചാവാൻ പ്രാർത്ഥിച്ചാലും ചാവില്ല ശകുനം എന്നൊക്കെ പറഞ്ഞങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് രാധ. പിന്നീട് കാണിക്കുന്നത് വിക്രം ഒരു മേസ്തിരിയെ കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് വീടിന്റെ ഓരോ പണികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. വീടിന്റെ ആ ഭാഗം ശരിയാക്കണം, ഈ ഭാഗം ശരിയാക്കണം, ഓടൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്, അതൊക്കെ നേരെയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ജോലികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതും കണ്ടുകൊണ്ടായിരിക്കട്ടെ സുധാകരൻ മാഷ് വരുന്നത്. മാഷ് വന്നിട്ട്, എന്താ നീ ഇവിടെ ഉണ്ണിയോട് ചോദിക്കുന്ന സമയത്തിന് ആള് പറഞ്ഞിട്ട്, അല്ല ഈ വീടൊന്ന് ശരിയാക്കണമെന്നൊക്കെ വിക്രം പറഞ്ഞിട്ട് വിക്രമിന്റെ കൂടെ വന്നതാണെന്ന് പറയും. അല്ല, നിന്നോട് ഈ വീട് ശരിയാക്കാൻ ആര് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് അയാൾ പറഞ്ഞിട്ട് വിക്രം പറഞ്ഞു എന്ന് പറയും. വിക്രം പറഞ്ഞിട്ട്, ഞാനാണ് പറഞ്ഞത് ഈ വീടൊന്ന് ശരിയാക്കാനായിട്ട് എന്ന് പറയുന്ന സമയത്തിന് സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവരുടെ സംസാരം കേട്ട് കമലമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, നീ ഉണ്ടാക്കുന്ന പണം കൊണ്ട് തന്നെ ഈ വീട് ശരിയാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും. കമലമ്മ പറഞ്ഞിട്ട്, അവനിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവന്റെ കയ്യിലുള്ള ആ ഒരു കാശ് വെച്ചിട്ടായിരിക്കും അവൻ അത് ശരിയാക്കാമെന്ന് പറയുന്നത് എന്ന് പറയും. അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, കാശിന്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട, കാശൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് പറയും. അപ്പോൾ സുധാകരൻ മാഷിന് ദേഷ്യം വന്നിട്ട്, നീ ഇങ്ങനെ കത്തിക്കുത്തും കൊലപാതകമൊക്കെ ആയിട്ട് നടന്നിട്ട് ആ ഒരു കാശും കൊണ്ടുവന്നിട്ട് എന്റെ വീട് ശരിയാക്കണ്ടെന്ന് അറിയില്ല. ഇവരുടെ ഈ ഒരു വഴക്കെല്ലാം കേട്ടുകൊണ്ടിട്ട് ഉണ്ണി ചോദിക്കുന്നതിന്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ നിൽക്കണോ പോണോ എന്ന് ചോദിക്കും. അപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, ഉണ്ണി ഇപ്പൊ തൽക്കാലം ചെയ്യ്, ഞാൻ വേണ്ട സമയത്ത് നിന്നെ വിളിച്ചോളാം, അപ്പൊ നീ വന്നാൽ മതി, ഇപ്പൊ തൽക്കാലം നീ ചെല്ലുന്നൊക്കെ പറഞ്ഞാൽ അയാൾ അവിടെ നിന്നും പറഞ്ഞു വിടും. അയാൾ പോയതിനു ശേഷം വിക്രം പറഞ്ഞിട്ട്, അച്ഛാ, ഇത് അച്ഛന്റെ വാശിയാണ്, അഹങ്കാരം, അല്ലാതെ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ആ വീട് പിന്നെ ശരിയാക്കാതെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, ആ വീട് ഇനി മുതൽ അങ്ങനെ തന്നെ കിടക്കും, എന്റെ മോൻ എനിക്ക് തന്നൊരു സമ്മാനമല്ലേ, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറയും. അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, ആയിക്കോട്ടെ, ആ വീട് അങ്ങനെ തന്നെ കിടക്കട്ടെ, അത് നീ ഏതായാലും ശരിയാക്കുന്നില്ല, പക്ഷേ ആ വീട്ടിൽ തന്നെ ഞാൻ അന്തി ഉറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വിക്രം പോകുന്നത്. അങ്ങനെ സുധാകരൻ മാഷും അകത്തേക്ക് പോയുന്ന സമയത്തിന് കമലമ്മ വന്ന് പറയുന്നുണ്ട്, അവനിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ ആ കാശ് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അവൻ ആ വീട് ശരിയാക്കാമെന്ന് പറഞ്ഞത്, അതേതായാലും വേണ്ടാന്ന് പറയരുതായിരുന്നു. മാത്രമല്ല ആ ഉണ്ണി മേശ്രിയുടെ മുന്നിൽ വെച്ചുകൊണ്ടതിന് അവനെങ്ങനെ അപമാനിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കേണ്ടിയില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ സുധാകരൻ മാഷി ചോദിക്കുന്നുണ്ട്, ഇതുപോലെ എത്ര പേരുടെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെ അപമാനിക്കപ്പെട്ട് നിന്നിട്ടുണ്ടെന്നുള്ള കാര്യം നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. മാത്രമല്ല അവൻ വർക്ക്ഷോപ്പിലേക്ക് എത്ര നേരം ജോലിക്ക് പോകുന്നുണ്ട് നിനക്കറിയോ, നീ അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവൻ രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒന്ന് കയറി ചെല്ലും. എന്നിട്ട് അവൻ അത് തുടങ്ങി വെക്കുമ്പോഴേക്കും ആ ശ്രീനിവാസന്റെ കോള് വരും. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിലെ ഭൂതത്തെ പോലെ തന്നെ അയാൾ വിളിക്കുമ്പോഴേക്കും അവൻ അയാളുടെ മുന്നിലെത്തും.
അതിനനുസരിച്ച് മാത്രമേ പിന്നെ അവൻ ജീവിക്കുള്ളൂ എന്നൊക്കെ പറയും. ആ വീട് ഇനി ഏതായാലും പുതുക്കി പറയണ്ട, അതിനു വേണ്ടിയുള്ള കാശ് അന്വേഷിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് മാഷ്. അവന്റെ കാശ് കൊണ്ട് അതേതായാലും പുതുക്കി പണിയാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്തിന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, എന്നാലും അച്ഛാ, ആ വീട് ആ ഭാഗം അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതൊരു വിഷമമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കും. അപ്പൊ മാഷ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിൽ കാശുണ്ടോ? നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ നീ ശരിയാക്കുമെന്ന് പറയും. അന്നേരം വിഷും ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അച്ഛാ, എന്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട്, ഞാൻ അത് തരട്ടെ ആ വീട് ശരിയാക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണ് വേദ. മാഷി പറഞ്ഞിട്ട്, നീ അങ്ങനെ ചോദിച്ചത് കൊണ്ട് എനിക്ക് നന്ദി. മാഷി പറഞ്ഞിട്ട്, നീ അങ്ങനെ ചോദിച്ചത് കൊണ്ട് നന്ദിയുണ്ട്, പക്ഷെ അവന്റെ ഈ ഒരു കാര്യത്തിന് നീ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ വീട് ഏതായാലും തൽക്കാലം അങ്ങനെ തന്നെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും മാഷ് പോകുന്നത്. അങ്ങനെ കമലാമ്മയും കൂടെ പോകുന്ന സമയത്തിന് വിഷു വന്നിട്ട് ഇങ്ങനെ വേദയോട് പറഞ്ഞിട്ട്, ആ വീട് ശകുനം പോലെ ഉമ്മറത്ത് അങ്ങനെ ഇട്ടാലൊന്നും ശരിയാവില്ല വേദേ, ആ വീട് പൈസ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിഷു പോകുന്നത്. അങ്ങനെ വിഷു ഏതായാലും ഓഫീസിലേക്ക് പോയതിനു ശേഷം നേരെ മാനേജറെ പോയിട്ട് കാണുന്നുണ്ട്. എന്നിട്ട്, എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു എന്ന് പറയും. ഓ, സാലറി റിട്ടേൺസ് അല്ലേ, അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്? അത് അക്കൗണ്ട്സിൽ ചോദിച്ചിട്ട് നേരിട്ട് വാങ്ങിക്കാമല്ലോ എന്ന് പറയും. താൻ അക്കൗണ്ട്സിൽ ചെന്നിട്ട് ചോദിച്ചിട്ട് പണം വാങ്ങിച്ചോ എന്ന് പറയും. അപ്പോൾ വിഷു പറഞ്ഞത്, അങ്ങനെയല്ല സാറേ, എനിക്ക് കുറച്ച് അധികം പൈസ വേണം. അധികം പൈസയോ? എത്രയാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്തിന് 5 ലക്ഷം രൂപ വേണമെന്ന് പറയും. അത് കേൾക്കുന്നതോടുകൂടി തന്നെ മാനേജർ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത് 5 ലക്ഷം രൂപയെ? നിന്റെ പ്രൊബേഷൻ പീരീഡ് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിനക്ക് 5 ലക്ഷം രൂപ തരുന്നത്? ലോണാണോ താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിശ്വം പറയുന്നുണ്ട്, അതെ, ഞാൻ എന്റെ സാലറിയിലൂടെ തന്നെ അടച്ചു തീർത്തോളാം അത് എന്ന് പറയും. അപ്പൊ മാനേജർ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ലോണൊന്നും നമ്മുടെ കമ്പനി കൊടുക്കുന്ന രീതിയില്ല എന്ന കാര്യം നിനക്ക് അറിഞ്ഞൂടെ? അപ്പൊ വിശ്വം പറഞ്ഞിട്ട്, അതൊക്കെ എനിക്കറിയാം, എന്നാലും എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്തിന് മാനേജർ പറഞ്ഞിട്ട്, താൻ എന്തിനാണ് ഇത്ര വലിയ തുക എടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. തന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. തന്റെ അനിയനോട് തന്നെ അതൊക്കെ ശരിയാക്കാൻ പറയുമെന്ന് പറയാണ്. ഏതായാലും 5 ലക്ഷം രൂപയൊന്നും ഈ സ്ഥാപനത്തിൽ നിന്ന് തരാൻ പറ്റില്ല. സാലറിയിൽ വല്ല അഡ്വാൻസ് വേണമെങ്കിൽ അത് നീ വാങ്ങിച്ചോന്നും പറയും. നിന്റെ ജോലി പോലും സ്ഥിരമായിട്ടില്ല, എന്നിട്ട് അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് മാനേജർ ദേഷ്യപ്പെടും. അപ്പോൾ സാരമില്ല, വീട് കത്തിപ്പോയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വിശ്വം അവിടെ നിന്നും പോവാണ്. ഒരു കാര്യം ചെയ്യ്, താൻ തന്നെ സാറിനോട് നേരിട്ട് സംസാരിച്ചോ എന്ന് പറയുന്ന സമയത്തിന് വിശ്വം ചോദിക്കുന്നുണ്ട്, ഞാനോ? അപ്പൊ ഞാനോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, ആ താൻ തന്നെ, താൻ ഏതായാലും ബന്ധുക്കളാണല്ലോ എന്ന് പറയുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട്, എന്താ വിശ്വം സാറിനെ കണ്ടിട്ടില്ലേ? ശ്രീകാന്ത് സാറിന്റെ പെങ്ങളെ തന്റെ അനിയൻ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചാൽ അതിന്റെ ഒരു കൺസെഷൻ ഒന്നും ഇവിടെ കിട്ടൂല കേട്ടോ. ആ ഒരു രീതിയിലുള്ള നിനക്ക് പ്രത്യേക പരിഗണനയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സാധാരണ ഈ കമ്പനിയിലുള്ള ഒരു സ്റ്റാഫ് എങ്ങനെയാണ്, ആ ഒരു പരിഗണന മാത്രമേ നിനക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോഴേക്കും വിശ്വനൊന്ന് ഞെട്ടാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, അയ്യോ സാറേ, ഈ സ്ഥാപനം ശ്രീകാന്ത് സാറിന്റെ ആണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാണ് വിശ്വൻ. ആ, ഏതായാലും ഞാൻ സാറിനോട് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിശ്വൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഏതായാലും ആ ഒരു ഇൻസിഡന്റോട് കൂടെ ആയിരിക്കും ശ്രീകാന്തിന്റെയാണ് ഈ സ്ഥാപനം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശ്വൻ തിരിച്ചറിയുന്നത്. ഈ കാര്യമെല്ലാം അറിഞ്ഞതുകൊണ്ട് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവാണ്. നേരെ അമ്മായിയച്ഛനെ വിളിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും അതിങ്ങനെ ആഘോഷമാക്കാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, ഹോ, അവൻ 5 ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നു. അപ്പൊ അമ്മായിയച്ഛൻ ചോദിക്കുന്നത്, അല്ല, നീ ഇപ്പൊ എന്തെങ്ങനെ ചിരിക്കുന്നത്? അവൻ അവന്റെ വീട് ശരിയാക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ ചോദിച്ചത്. അന്നേരം ഒരു പക്ഷേ അത് വിക്രം തന്നെ മനഃപൂർവ്വം ചെയ്തതായിരിക്കുമെന്ന് പറയാണ് ശ്രീകാന്ത്. അപ്പൊ അമ്മായിയച്ഛൻ പറഞ്ഞിട്ട്, ഒന്ന് പോടാ, വിക്രം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് അച്ഛാന്നിങ്ങനെ ശ്രീകാന്ത് പറയുന്ന സമയത്തിന് അയാൾ പറഞ്ഞിട്ട്, ഇല്ല, ഒരിക്കലും വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല. അന്ന് വാസവൻ വേദയെ തട്ടിക്കൊണ്ടുപോയിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടല്ലേ വിക്രം വേദയെ രക്ഷിച്ചത്. അങ്ങനെയുള്ള അവൻ വേദയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. എന്നിട്ട് ചോദിക്കുന്നത്, ശ്രീകാന്തെ, നീ എന്തിനാണ് വിശ്വന് ആ സ്ഥാപനത്തിൽ തന്നെ ജോലി കൊടുത്തത്? ശരിക്കും അവനിലൂടെ വേദയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടില്ലേ? അപ്പോ വിനായകനെ പോലെയല്ലേ വിശ്വത്തിനെ പെട്ടെന്ന് അങ്ങ് സ്വാധീനിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയട്ടെ ശ്രീകാന്ത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്വാധീനിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവനെ കൊടുക്കാൻ ഏതായാലും നമുക്ക് പറ്റൂ. അതുവഴി തന്നെ വേദിയുടെ വീട്ടുകാർക്ക് ഒരു അടി കൊടുക്കാനും പറ്റുമെന്നൊരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അച്ഛാന്ന് ചോദിക്കുന്ന സമയത്തിന്, എടാ, അവൻ 5 ലക്ഷം രൂപയിലെ ചോദിച്ചിരിക്കുന്നത്, അതേതായാലും നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ അവൻ അത് ആ കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു എന്ന രീതിയിലൊക്കെ വരുത്തി തീർത്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അച്ഛൻ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, എടാ, ബുദ്ധി വേണടാ, ബുദ്ധി. അവനെ നീ ആ വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ 5 ലക്ഷം രൂപ അവന്റെ കയ്യിലെത്തിയിട്ട് അവനെ കൊണ്ട് തന്നെ വീടിന് ഒരു അടി കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ശ്രീകാന്തിനൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്, കറക്റ്റായിട്ട് പറ എന്ന് പറയുന്ന സമയത്തിന് വർഷയുടെ അച്ഛൻ ഏതായാലും കുറേ അധികം കുരുട്ടുബുദ്ധികളൊക്കെ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കട്ടോ വിശ്വനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. വിശ്വൻ ആ സ്ഥാപനത്തിൽ നിന്നും 5 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ വരുത്തി തീർക്കാനായിരിക്കും ഇവരുടെ പ്ലാന്. അതൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഇങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല അച്ഛാന്ന് പറയുന്ന സമയത്ത് തന്നെ പറയുന്നത്, എങ്കിൽ പിന്നെ ഇനി മുതൽ നീ ഇങ്ങനെ ചിന്തിക്ക്, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെ നീക്കാൻ നോക്ക്. ശരി അച്ഛാ, ഓക്കെ, ഡൺ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് വിക്രം വർക്ക്ഷോപ്പിൽ ഇരുന്ന് വളരെ വിഷമത്തോടു കൂടെ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ജോസഫ് ഏട്ടൻ ചോദിക്കുന്നത്, എന്താ വിക്രം, നീ അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യം?
ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് തന്നെ വിക്രം പറഞ്ഞിട്ട് ഇതൊക്കെ അച്ഛൻ്റെ വാശിയാണ് രാജേട്ടാ, അച്ഛൻ്റെ ഒരു അഹങ്കാരാണിത്, ഞാൻ വഴി പിഴച്ചു പോയത് കൊണ്ട് തന്നെ ഒരടയാളമായിട്ട് അത് അവിടെ നിന്നോട്ടെ എന്നാണ് അച്ഛൻ്റെ വാശി. അപ്പൊ രാജേട്ടൻ പറഞ്ഞിട്ട് അച്ഛനെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ലടാ, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ, അതങ്ങനെ കത്ത് നശിച്ചത് അയാൾക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല എന്നാണ് രാജേട്ടനെ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്ന സമയത്തിന്റെ രാജേട്ടൻ പറഞ്ഞിട്ട് എടാ നിനക്ക് വിഷമമൊക്കെ കാണും, പക്ഷേ വിക്രം പറഞ്ഞത് അന്ന് നമ്മൾ ആ മരുന്ന് കമ്പനിയിൽ കയറിയിട്ട് മരുന്ന് കത്തിച്ച സമയത്ത് അതിന്റെ പിറകിലും ഈ വാസവനാണെന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നു രാജേട്ടാ, എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, ഒരു പക്ഷേ ആ കാര്യങ്ങളൊക്കെ ശ്രീനിവാസൻ സാറിന് അറിയാമായിരുന്നെങ്കിലോ? എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിനൊരു ഞെട്ടലായിരിക്കും. രാജേട്ടൻ പറഞ്ഞിട്ട് അതേടാ ഞാൻ പറഞ്ഞത് സത്യമാണ്, നിനക്ക് ഈ പൊളിറ്റിക്സിനെ പറ്റിയിട്ട് എന്തറിയാം? അതെ, തമ്മിൽ തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നവർ ജയിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള അണികൾ കുറെ അധികം സഹിക്കേണ്ടി വരും, അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാജേട്ടൻ പറയുന്ന സമയത്തിന് വിക്രത്തിനും വല്ലാതാവുന്നുണ്ട്. രാജേട്ടൻ പറഞ്ഞത് ശരിയാണെന്നും ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രീനിവാസൻ സാർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെതിച്ചതാണെന്നുള്ള കാര്യത്തിലൊക്കെ വിക്രം ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതേ സമയത്തിന് കമലമ്മ വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ വിക്രം നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ല ഞാൻ കഴിക്കാൻ വരുന്നില്ല എന്ന് പറയും. അപ്പൊ കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ കഴിക്കാൻ വരാത്തത്, അച്ഛനൊരു വഴി പിന്നെ മോനൊരു വഴി, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? വിക്രം പറഞ്ഞിട്ട് എനിക്ക് വേണ്ടാഞ്ഞിട്ടമ്മേ, ഭക്ഷണം വേണ്ടാന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ, രണ്ടുപേരും രണ്ട് വഴിക്കങ്ങ് പോയി, നീയും ഇങ്ങനെ ആയിക്കോ, അച്ഛൻ ആ വഴിക്കും പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തോടു കൂടെ തന്നെ കമലമ്മ അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. എന്നാൽ കമലമ്മ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നതും കണ്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ വേദ പുറകിൽ നിന്ന് ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്.